സുഹൃത്തുക്കളെ, എഗെയിൻ കാശിനാഥൻ. ഈ മോനെ നിങ്ങൾ എന്തെന്നാ പറയണ്ടേ? ഇവന്റെ സ്വത്തൊന്നും ഇതൊക്കെ എടുത്തിട്ട് വർത്താനം പറയണമാരെയാണ് ഇവൻ കിടന്ന് പറയണത്. ഇതിനൊരു അഭിപ്രായം കമൻ്റ് ഒന്ന് പറയണേ, ഒന്ന് കേട്ടു കിട്ടോ. അഭിപ്രായം കമൻറ്റും നിങ്ങൾക്ക് പറ്റും, എന്തായാലും നിങ്ങൾ അയച്ചോളൂ, നോ പ്രോബ്ലം. ഒന്ന് നിങ്ങൾ ഈ പറയണൊന്ന് കേട്ടു വെക്കും, എന്നിട്ട് അവൻ എന്താ പറയണ്ടേന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എടോ നന്ദി കേട്ട വി.ഡി. സതീശ, തന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പം അല്ലെങ്കിൽ താൻ ഈ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം മുതൽ ഈ ബഡ്ജറ്റ് സംസാരിച്ച് താൻ തീർത്തളം വരെ താനൊക്കെ ഇലക്ഷന് നിൽക്കാൻ വേണ്ടി ചിലവാക്കിയ കാശ് അത് വയനാട്ടിലെ ദുരന്തബാധിതരുടെ മരണപ്പെട്ടവരുടെ പോക്കറ്റടിച്ച കാശായിരുന്നു. ഇപ്പം താനൊക്കെ ലിനന്റെ ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നതും 1.5 ലക്ഷം രൂപയുടെ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്നതും ഒക്കെ അവരുടെ പണമാണ്. അവർക്ക് വേണ്ടി ഈ ബഡ്ജറ്റിൽ താൻ എന്തെങ്കിലും ഒന്നുരിയാടിയോടോ? ഉളുപ്പ് വേണവിടോ, ഉളുപ്പ്. 100 വീട് വെച്ചു കൊടുക്കാമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അതിലൊരു വീടെങ്കിലും വെച്ചു കൊടുക്കാമെന്ന് നിങ്ങൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ സർക്കാർ ചെയ്തുകൊണ്ടിരുന്നതിന്റെ തുടർച്ചയായിട്ടുള്ള പണികൾക്ക് എത്ര രൂപ ബാക്കി വെക്കുന്നെന്ന് താൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ഈ ബഡ്ജറ്റിൽ എവിടെയെങ്കിലും നിങ്ങൾ സൂചിപ്പിച്ചോ അവരെ പറ്റി? നിങ്ങൾ അവരെ അങ്ങ് മറന്നുപോയോ? അവരെ എന്താ തവിട് കൊടുത്ത് വാങ്ങിയാണോ സതീശ? ഉളുപ്പ് വേണം കോൺഗ്രസ്സുകാരെ കുറച്ചൊക്കെ. സഖാവ് എം സ്വരാജ് പറഞ്ഞ പോലെ ശരിക്കുമുള്ള ശവം തൂക്കികളാണെന്ന് സതീശൻ ഇന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. നാണവും മാനവും ഇല്ലാത്ത കോൺഗ്രസ്സുകാർ. അവന്റെ ഒരു ബഡ്ജറ്റ് ഇതാണോടോ ബഡ്ജറ്റ്? താൻ ആദ്യമേ അതായിരുന്നു പറയേണ്ടത്. അവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്തു എന്നുള്ളത് താൻ ആദ്യമേ പറയണമായിരുന്നു. ഈ ബഡ്ജറ്റിന്റെ തുടക്കത്തിലെ അവസാനം വരെയും കണ്ടോണ്ടിരുന്നു. ഇപ്പൊ പറയും പിന്നെ പറയുമെന്നും പറഞ്ഞിട്ട്. പക്ഷെ തനിക്കൊന്നും ഉളുപ്പ് ഒരു ലവലേശം തീണ്ടിയിട്ടില്ലെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് താനൊക്കെ തന്നെ ഇപ്പം പറഞ്ഞു തീർത്തിട്ടുണ്ടല്ലോ. ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞല്ലോ. ഈ ബഡ്ജറ്റ് എഴുതി തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും അപ്പം താൻ അവരെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അവരുടെ കാശ് മതിയായിരുന്നു.